ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തജനങ്ങൾക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 4-ാമത്തെ സ്കന്ധത്തിലെ 39-ാമത്തെ കഥയാണ്. ദക്ഷന്റെ അന്ത്യം. ദക്ഷ പ്രജാപതി തൻ്റെ സതീദേവിയെ അപമാനിച്ച വാർത്തയും ശിവപാർഷദന്മാർക്കേറ്റ പരാജയവും മഹാദേവൻ നാരദനിൽ നിന്നും കേട്ടറിഞ്ഞു. സംഹാരമൂർത്തിക്ക് കോപം ഇരട്ടിച്ചു. ക്രുദ്ധനായി ഘോരശബ്ദം മുഴക്കിക്കൊണ്ട് ജട അഴിച്ച് നിലത്തടിച്ച് ചുണ്ട് കടിച്ചമർത്തി ഭീകരസ്വരൂപനായി കൈലാസവാസികളെ ഭയപ്പെടുത്തി. ഇടിമിന്നൽ പോലെ അഗ്നിജ്വാലകൾ ഭൂമിയിൽ പതിച്ചു. ഒരതികായൻ ജടയിൽ നിന്നും പുറത്തു വന്നു. ആ ശരീരം മാനം മുട്ടി നിൽക്കുന്നു. കാർമേഘം പോലെ കറുത്ത വർണ്ണം. 1000 കൈകളും ഘോരദ്രംഷ്ടങ്ങളും തലയോട്ടിമാലയും കൈകളിൽ പലതരം ആയുധങ്ങളും ധരിച്ചിരിക്കുന്നു. 3 സൂര്യന്മാരെ പോലെ കണ്ണുകൾ ജ്വലിക്കുന്നു. ചെമ്പിച്ച മുടി അഗ്നിഫുലിംഗങ്ങൾ പോലെ ശോഭിക്കുന്നു. ഞാൻ എന്തു ചെയ്യണം? വിനീതനായി കൈകൂപ്പിക്കൊണ്ട് വീരഭദ്രൻ മഹാദേവനോട് ആരാഞ്ഞു. ഹേ വീര, എൻ്റെ ഭടന്മാരിൽ നായകനാണ് നീ. ദക്ഷനെയും യജ്ഞത്തെയും നശിപ്പിക്കുക. നിനക്ക് ഒരാപത്തുമുണ്ടാകില്ല. നീ എൻ്റെ അംശമാകുന്നു. കുപിതനായ പരമശിവൻ വീരഭദ്രനോട് ആജ്ഞാപിച്ചു. വീരഭദ്രൻ ദേവാദിദേവനായ ഭഗവാനെ പ്രദക്ഷിണം വെച്ച് വന്ദിച്ചു. പരമശിവന്റെ വാക്കുകൾ അവന് ആത്മധൈര്യം നൽകി. ആർക്കും തടുക്കുവാൻ കഴിയാത്ത ശക്തിയുണ്ടെന്നും മഹാബലവന്മാരെ പോലും തകർക്കുവാൻ തനിക്ക് കഴിയുമെന്നും അവൻ അഭിമാനിച്ചു. രുദ്രപാർഷദന്മാർ ഘോരാട്ടഹാസത്തോടെ വീരഭദ്രനെ അനുഗമിച്ചു. വീരഭദ്രന്റെ അലർച്ച കേട്ട് ശത്രുക്കൾ ഞെട്ടി. കാൽച്ചിലമ്പുകൾ ഉറക്കെ ശബ്ദിച്ചു. പാപികൾ അകന്നു. കാലനെ കൊല്ലാൻ ശക്തിയുള്ള ശൂലം ആകാശത്തിൽ ചലിപ്പിച്ചുകൊണ്ട് രുദ്രഭടൻ ശത്രുവിന് നേരെ കുതിച്ചു. ഹൃദിക്കുകളും യജ്ഞാചാര്യന്മാരും സദസ്യരും ബ്രാഹ്മണരും സ്ത്രീകളും വടക്കുദിക്കിൽ പൊടിപടലങ്ങൾ ഉയർന്നുണ്ടായ ഇരുട്ട് കണ്ടു ഭയപ്പെട്ടു. കാറ്റു വീശാതെങ്ങനെ പൊടി ഉയർന്നു. ശക്തനായ പ്രാചീന ബർഹിസ് നാടു വാഴുമ്പോൾ കള്ളന്മാരുടെ ദ്രോഹപ്രവൃത്തികൾ ഉണ്ടാകാനിടയില്ല. പശുക്കളെ ആരും തട്ടിക്കൊണ്ടു പോകുവാനും സാധ്യതയില്ല. പിന്നെ എങ്ങനെ പൊടി ഉയർന്നു പൊങ്ങി? പ്രളയമടുക്കുവാൻ കാലമായോ? ദക്ഷൻ സതീദേവിയെ അപമാനിച്ചതുമൂലം വന്നുചേർന്ന ആപത്താണിതിനു കാരണം. ദക്ഷപത്നിമാരായ പ്രസൂതി മുതലായവർ വിലയിരുത്തി. പ്രളയകാലത്ത് ജട അഴിച്ചിട്ട് ശൂലാഗ്രത്തിൽ ദിഗ്ജങ്ങളെ കോർത്തുകെട്ടി നീണ്ട കൈകളിൽ അസ്ത്രങ്ങൾ ധരിച്ച് 8 ദിക്കും പൊട്ടുമാറ് ഘോരാട്ടഹാസം ചെയ്ത് നൃത്തമാടുന്ന സംഹാരമൂർത്തിയെ കോപിപ്പിച്ചാൽ പിന്നെ ആ വ്യക്തിക്ക് മംഗളം വരുമോ? ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കെ ദക്ഷനെപ്പോലും ഭയപ്പെടുത്തുന്ന ധാരാളം ദുർനിമിത്തങ്ങൾ ആകാശത്തും ഭൂമിയിലും കാണപ്പെട്ടു. ഒരു നിമിഷം യജ്ഞശാലയിൽ ശിവപാർഷദന്മാർ നിറഞ്ഞു. അവരിൽ പലതരം ആയുധങ്ങൾ ധരിച്ചവരുണ്ട്. ചിലർ പൊക്കം കുറഞ്ഞവരാണ്. മറ്റു ചിലർ ആയുധങ്ങൾ ഉയർത്തി വെല്ലുവിളികൾ നടത്തുന്നു. അവർ പല കൂട്ടങ്ങളായി പിരിഞ്ഞ് യാഗശാല തകർത്തു. അടുക്കള നശിപ്പിച്ച് സർവരെയും പട്ടിണിക്കിട്ടു. സദസ്യരെ മുഴുവൻ ഭയപ്പെടുത്തി ഓടിച്ചു. യജ്ഞോപകരണങ്ങൾ നശിപ്പിച്ചു. അഗ്നികുണ്ഡലത്തിലെ തീ കെടുത്തി. ഹോമകുണ്ഡലങ്ങൾ മലമൂത്ര വിസർജനം ചെയ്ത് അശുദ്ധമാക്കി. യജ്ഞവേദിയിലെ മാന്ത്രിക പാശം അറുത്തുമാറ്റി. മഹാമുനികളെ ഉപദ്രവിച്ചു. മുനിപത്നിമാരെ ഭീഷണിപ്പെടുത്തി. ചിലർ യജ്ഞാംശം ഭക്ഷിക്കുവാൻ കാത്തുനിൽക്കുന്ന ദേവന്മാരെ പിടികൂടി ഓടിച്ചു. മണിമാൻ ഭൃഗുവിനെ ബന്ധിച്ചു. കരുത്തനായ വീരഭദ്രൻ പ്രജാപതിയെ പിടിച്ചുകെട്ടി. ചണ്ഡീശൻ പുഷ്ടാവിനെയും നന്ദികേശ്വരൻ ഭഗനെയും ബന്ധനത്തിലുറപ്പിച്ചു. കല്ലേറുകൊണ്ട് ഹൃദിക്കുകളും ദേവന്മാരും സദസ്യരുമെല്ലാം അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. യജ്ഞാചാര്യനായ ഭൃഗുമഹർഷിയുടെ താടിരോമങ്ങൾ ശക്തനായ വീരഭദ്രൻ പറിച്ചെടുത്ത് ആനന്ദ നൃത്തം ചെയ്തു. കാരണം ദക്ഷൻ മുമ്പ് ശിവനെ നിന്ദിക്കുമ്പോൾ ഭൃഗു താടിമീശ കാണിച്ചുകൊണ്ട് ശിവനെ പരിഹസിച്ച് ചിരിച്ചുപോലും. വീരഭദ്രൻ ശിവാംശഭൂതനാകയാൽ ഭൃഗുവിന് പകരം ചോദിക്കാനായില്ല. ശിവനിന്ദ ചെയ്യുന്ന ദക്ഷനെ കണ്ണു ചലിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് ഭഗന്റെ കണ്ണുകൾ വീരഭദ്രൻ ചൂഴ്ന്നെടുത്ത് പ്രതികാരം തീർത്തു. അന്ന് ഒരിക്കൽ ശിവൻ ശപിക്കപ്പെട്ടപ്പോൾ പുഷാവ് പല്ലിളിച്ചു കാട്ടി പരിഹസിച്ചതിനാൽ വീരഭദ്രൻ അവൻ്റെ പല്ലുകൾ അടിച്ചു വീഴ്ത്തി. ദക്ഷന്റെ മാറത്ത് ചവിട്ടിക്കയറിയിരുന്ന് മൂർച്ചയുള്ള വാളുകൊണ്ട് ശിരസ് ഛേദിക്കാൻ എത്ര ശ്രമിച്ചിട്ടും വീരഭദ്രന് കഴിഞ്ഞില്ല. മന്ത്രപുരസരം പല ദിവ്യാസ്ത്രങ്ങളും പ്രയോഗിച്ചു നോക്കി. ദക്ഷന്റെ തൊലി പോലും മുറിക്കുവാൻ സാധിച്ചില്ല. വീരഭദ്രൻ അത്ഭുതപ്പെട്ടു.
വീരഭദ്രൻ ധ്യാനത്തിൽ മുഴുകി. മനസ്സിൽ ജ്ഞാനം തെളിഞ്ഞു. യാഗത്തിൽ യജ്ഞമൃഗത്തെ ബലി നൽകും പോലെ ദക്ഷന്റെ ശിരസ് വീരഭദ്രൻ ശരീരത്തിൽ നിന്നും വേർപെടുത്തി. ഭൂതപ്രേതാദികൾ വീരഭദ്രന്റെ ആ പ്രവൃത്തിയെ കൊള്ളാമെന്ന് പറഞ്ഞ് പുകഴ്ത്തി. യജ്ഞശാല കത്തിയെരിഞ്ഞു. ദക്ഷശിരസ് വീരഭദ്രൻ കയ്യിലെടുത്തു. കോപം കൊണ്ട് വിറച്ചു. ശിരസ് ദക്ഷിണ അഗ്നിയിൽ ഹോമിച്ചു. ദക്ഷപക്ഷക്കാർ കോലാഹല ശബ്ദം മുഴക്കി. വീരഭദ്രനും കിങ്കരന്മാരും കൈലാസത്തിലേക്ക് മടങ്ങി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത ഒരു കഥയുമായിട്ട് നാളെ കാണാം. ഹരേ കൃഷ്ണ.